ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി പെൻഡൻറ്റുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്നത് OHP ഷീറ്റിൽ കുന്തൻ സ്റ്റോണൊക്കെ ഒട്ടിച്ചുകൊണ്ടുള്ള ഒരു പെൻഡൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ OHP ഷീറ്റ്, പിന്നെ വേണ്ടത് ഇതുപോലെ ഐപ്പിന്നാണ് കേട്ടോ. ഈ ഐപ്പിൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിലേക്ക് കൊടുക്കാനല്ല. പിന്നെ നമ്മൾ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് സ്റ്റോൺ ചെയിനും ഗ്രീൻ കളർ കുന്തൻ സ്റ്റോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ ഫുൾ ആ ഷീറ്റിൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് തരാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം OHP ഷീറ്റിന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു സോറി പറയുകയാണ്. ഞാൻ ഈ ഒരു ഐറ്റം ചെയ്യുന്ന കാര്യം വിട്ടുപോയിട്ടാണ് കേട്ടോ അതങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ അവിടെ അവസാനിക്കും. ബാക്കിയൊക്കെ ഞാൻ ഷോർട്സിലൂടെ ഓരോ പെൻഡൻറ്റ് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മളിത് അത് ഇത്ര നീളത്തിൽ മതി നമുക്ക്. ഐപ്പിന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലെങ്ത്ത് വേണമെന്ന് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് എടുത്താൽ മതിയാവും. അതൊന്ന് ഒട്ടിച്ച് നോക്കുക നിങ്ങൾ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്. ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. ഐപ്പിന് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ മുന്നേ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ പഴയ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ മതി, ലോങ് വീഡിയോയിലും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഐപ്പിന് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഹോള് വരുന്ന ഭാഗം പുറത്തേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അത് ഒട്ടിച്ച് പോകരുത്. നമുക്ക് ഗിയർ വയർ കോർക്കാനുള്ള ഏരിയയാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ആ ഹോള് സ്ട്രെയിറ്റ് വരണം. നമുക്ക് മാല കോർക്കാവുന്ന രീതിയിൽ അതുപോലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പുറത്തേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും കുന്തൻ സ്റ്റോൺ ഒട്ടിക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കണം നമ്മുടെ ഐപ്പിന്. ഈ രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിക്കാനാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഒട്ടിച്ചിട്ട് സൈഡിലേക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാം. ഞാനിവിടെ കുന്തൻ ഒട്ടിച്ചതിന് ശേഷമാണ് സെൻറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതലും B7000 ആണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് ഇട്ടതിൽ മാത്രമാണ് 8000 ഞാൻ എടുത്തിരിക്കുന്നത്. അത് 7000 അവൈലബിൾ അല്ലാതായപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് 8000 വെച്ചതാണ്. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എന്നാലും കംഫർട്ട് ഈ ഒരു 7000 ഗ്ലൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 സ്റ്റോണാണ് ഒരു സൈഡിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലാണ് ഞാൻ ഐപ്പിന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് സ്റ്റോണിൻ്റെ എണ്ണം കുറഞ്ഞു അല്ലെങ്കിൽ കൂടിയും വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 3 നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് നമ്മുടെ ഐപ്പിന്മേ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഐപ്പിൻ്റെ മുകളിൽ കയറ്റിയല്ല നമ്മൾ ഒട്ടിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം 3 കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ചെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല മോഡൽ പെൻഡൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഐപ്പിൻ വെച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. സാധാരണ നമുക്ക് കുന്തൻ സ്റ്റോണും അതുപോലെ സ്റ്റോൺ ചെയിനൊക്കെ വെച്ച് വെറുതെ റൗണ്ടിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത് ഞാൻ പറയാം, കുറേ പെൻഡൻറ്റ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലല്ലാതെ നമ്മൾ ചെയിനുകൾ ചെയ്തതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കുറേ സ്റ്റോൺ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഈ ഒരു ഇൻവിസിബിൾ ചെയിനോടുകൂടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിച്ച് വരുന്ന സമയത്ത് അതങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ കൊളുത്ത് കറക്റ്റായിട്ട് വരിക. ഇനി ഏറ്റവും അടിയിൽ നമ്മളൊരു സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. അത് ലെങ്ത്ത് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യരുത്, കാരണം ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ലെവലായിട്ട് വരില്ല. ഗ്ലൂ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോൺ ചെയിൻ നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് വന്ന് ഊരിയെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രം സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കയ്യുമ്മ എന്താ പറ്റിയെന്നുള്ളത്. കയ്യുമ്മ നമ്മൾ മെഷീൻ സൂചി കയറിയതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ മെഷീൻ സൂചി ഒടിഞ്ഞ് കയ്യുമ്മ കയറിയിരുന്നു. പിന്നെ അത് വലിച്ചെടുത്തു. പക്ഷേ വലിയ മുറിവല്ല, പക്ഷേ ഉള്ളിലേക്ക് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു നഖടക്കം. അപ്പോൾ അതിങ്ങനെ കെട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ആ വിരലിൽ വരുന്ന നമ്മൾ ചെയ്യുന്ന വർക്ക് ഇങ്ങനെ മറിഞ്ഞിരിക്കുകയായിരുന്നു വീഡിയോയിൽ. അപ്പോൾ കുറേ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ സെറ്റാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയ്യും വെച്ച് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഇടുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടില്ലെങ്കിൽ പിന്നെ ചാനലിൻ്റെ ആ ഒരു റീച്ച് പോവും, നമുക്ക് ചാനലിനെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് ആ വീഡിയോ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു പെൻഡൻറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ 3 എണ്ണമാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ 3 എണ്ണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്ലെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്
കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സൈഡൊക്കെ നമുക്ക് ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ സ്റ്റോണിൻ്റെയും അരികുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഉരുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡ് ഉരുകി വല്ലാതെ കയറിപ്പോയാൽ സ്റ്റോൺ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഉരുക്കാറില്ല, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. നിങ്ങൾക്ക് ജസ്റ്റ് അകന്ന് കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 3 പെൻഡൻറ്റും നമ്മളിത് OHP ഷീറ്റൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമുക്കിവിടെ ഫിഷ് ഹുക്ക്, ഗിയർ ലോക്ക്, ഗിയർ വയർ, ഈ 3 ഐറ്റം മാത്രമേ എടുക്കുന്നുള്ളൂ. സൈഡ് റിങ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗിയർ വയർ നമ്മളൊരു ലെഗ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഒരു 15-16 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക ഗിയർ വയർ. അങ്ങനെയാണ് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾ ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് കട്ട് ചെയ്യാം, നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്. ഇനി ഗിയർ വയറിൻ്റെ സെൻറ്ററിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ലേശം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഗിയർ ലോക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നു, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്. അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുകയാണ് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ സെൻറ്ററിലാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഒറ്റ സിംഗിൾ പെൻഡൻറ്റ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരിക്കും കഴുത്തിൽ. ആ ഒരു പെൻഡൻറ്റ് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇൻവിസിബിൾ ചെയിൻ്റെ പ്രത്യേകത അതാണല്ലോ, അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്ക് 2 പെൻഡൻറ്റും കൂടി സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ എവിടെയാണോ 2 സൈഡിൽ വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക. ഒരുപാട് ലെങ്ത്ത് നീട്ടി കൊടുക്കണ്ട, കാരണം കഴുത്തിൻ്റെ ആ 2 സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബീഡ് ഇട്ട് കൊടുക്കുക, നമ്മുടെ പെൻഡൻറ്റ് ഇടുക, വീണ്ടും ബീഡ് ഇടുക. പെൻഡൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മറിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിട്ട് ഇടുക. അതിനുശേഷം ഗിയർ ലോക്ക് ഇടുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിക്കരുത്, പക്ഷെ ഞാനായാൽ പോലും ചില സമയത്ത് നമ്മൾ ആ പെൻഡൻറ്റ് സ്പീഡിലിടുമ്പോൾ തിരിഞ്ഞു പോകാറുണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് കളയണം വയർ, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെൻഡൻറ്റ് സെറ്റാക്കാം. അപ്പോൾ അത് സെറ്റാക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടേപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ് അളന്ന് നോക്കിയിട്ട് ഇപ്പുറത്തേക്കും സെയിം അത്ര ഇഞ്ച് തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നിങ്ങൾ സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ വെച്ച് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമ്മൾ വീണ്ടും ആദ്യത്തെ ചെയ്ത പോലെ തന്നെ പെൻഡൻറ്റും ബീഡും കോർത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെയിനാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. ഫ്രീ ക്ലാസ്സാണ്, വീഡിയോസ് വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചാനലിൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കി എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതേ ഫിഷ് ഹൂക്കിനെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിയർ ലോക്ക് 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഹൂക്ക് ആയാലും ചെയിൻ ആയാലും നമ്മുടെ ബാക്ക് ചെയിൻ ആയാലും എല്ലാം നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക, എസ്കൊളുത്തും ഒക്കെ. ഇനി നമ്മുടെ ഫിഷ് ഹൂക്കിനെ മാറ്റിയിട്ട് നമ്മുടെ ത്രെഡിനെ ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. ചെറിയൊരു രീതിയിൽ വളച്ചിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ആ ഒരു ഗിയർ ലോക്ക്, ഫസ്റ്റിലെ ഗിയർ ലോക്ക് നമ്മൾ ഈ നമ്മുടെ ഹൂക്കിൻ്റെ, അതായത് ഫിഷ് ഹൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുക. രണ്ടാമത്തത് നമ്മുടെ ആ ഒരു വയർ നിൽക്കുന്ന അറ്റഭാഗത്തായിട്ടും ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുത്തിലൊന്നും അത് കൊള്ളില്ല ആ ഒരു ഭാഗം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സൈഡ് റിങ് ഇടാതെ ഗിയർ വയർ തന്നെ വളച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗിയർ ലോക്ക് ഇട്ടു. ഇനി ഗിയർ വയറിനെ ഇതുപോലെ നമ്മളൊന്ന് വളച്ച് ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് അതിനവിടെ 2ഉം ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പെൻഡൻ്റൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി സൈഡ് റിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇൻവിസിബിൾ ചെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇൻവിസിബിൾ ചെയിൻ വന്നിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.